ഈ വീഡിയോ ഒരു പ്രവാസിയെയും വേദനിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. ഞങ്ങളിൽ ഒരാളായിരുന്ന പ്രിയ സുഹൃത്തിന്റെ യഥാർത്ഥ പ്രവാസ ജീവിതകഥയാണ്. പക്ഷേ ഈ കൂട്ടുകാരൻ ഇന്നീ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. വിജയുടെ പുതിയ സിനിമ എങ്ങനെയുണ്ടാ? അയ്യോ നോക്കണം നമ്മളെ ഗിരീഷ്. എന്തിനാ ഇവനിങ്ങനെ ചെയ്തു? ലെറ്റർ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇനി എനിക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനാവും. ഞാൻ പോകുന്നു. ഞാൻ ആർക്കു വേണ്ടിയാണ് ഇവിടെ വന്നത്? അവരെന്നെ ചതിച്ചു. നിങ്ങൾ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഒരുപാട് നന്ദി. വന്നല്ലോ. തേങ്ങടെ മൂട് ഇതൊക്കെ വലിച്ചെറിഞ്ഞ് എങ്ങനെയൊരു നാട്ടിലോട്ട് പോയാ മതി. എന്താ ചൂട്! ചൂട് കൂടുതലാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് നാട്ടിൽ നിന്ന് ഒരാളേനും ഞാൻ കൊണ്ടുവരാത്തത്. നാട്ടിലുള്ളവർ വിചാരിക്കും അവർ രക്ഷപ്പെടുന്ന നമുക്ക് ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ടാണ്. ഇന്ന് നാട്ടിൽ നിന്ന് പുതിയൊരാൾ വരുന്ന തോമസ് സാറ് പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ തന്നെ റൂമിലെ സ്ഥലമില്ല. ഞാൻ എന്റെ ഇടയിലേക്ക് ഓരോരുത്തന്മാരെ കെട്ടിയെടുക്കണം. സുബേർ ആരാ നോക്കിയടാ? ആരാ? ഞാൻ റൂമിൽ പുതിയതായിട്ട് വന്നത്. അതെ. കേറി വാ. തോമസ് സാറ് പറഞ്ഞിട്ടാളല്ലേ? എങ്ങനെ റൂം കണ്ടുപിടിച്ച്? കമ്പനി സാറ് കൊണ്ടാക്കിയായിരുന്നു. കൊണ്ടാക്കിയായിരുന്നല്ലേ? വാ ഇരിക്കി. വാ ഇരിക്കി. ഇതൊക്കെ തന്നെ റൂം. വാ. പേരെന്തുവാ? ഗിരീഷ് കുമാർ. നാട്ടിലെവിടാ? നാട്ടിൽ കൊല്ലത്താ. കല്യാണം കഴിഞ്ഞാണോ? കഴിഞ്ഞതാ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മയുണ്ട്, ഭാര്യയും മോനും. ഭാര്യ എന്തേനു? ഭാര്യ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നു. എന്തിനാ പൊന്നരച്ചാങ്ങായി നാട്ടിൽ നിന്ന് കുറ്റം പറിച്ചിങ്ങോട്ട് വന്ന്? ഭാര്യയും മക്കളെയും കണ്ടിട്ട് നാട്ടിൽ തന്നെ സുഖമായിട്ട് കഴിഞ്ഞാ പോരെ. ഞങ്ങൾ തന്നെ ഇവിടെ ബുദ്ധിമുട്ടിട്ടാ കഴിയണം. നാട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരുപാട് കടങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നാട്ടിൽ എന്തുകൊണ്ട് വിശേഷം? മാണിസാർ രാജിവെച്ചല്ലോ. ഇനി രാജിവെച്ചിട്ട് എന്താ കാര്യം? ഇനി ഒരു 6 മാസം കൂടിയല്ലേ അവരുള്ളൂ. നിനക്ക് എന്താണ് ഔഷധേ? നമ്മൾ ഇവിടുന്ന് കഷ്ടപ്പെട്ട് അയക്കണ പൈസ ഇട്ടാണ് അവരവിടെ വിലസിന്. നമ്മള് പ്രവാസികളുടെ കാര്യം നോക്കാൻ അവർക്ക് ആർക്കും സമയമില്ല. നമ്മൾ ഇവിടുന്ന് ഒരു വർഷം 1 ലക്ഷം കോടി ഉറുപ്പിക നാട്ടിലേക്ക് അയക്കണ്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നാട്ടിൽ പോകുമ്പോ ഒരു നിക്കറിട്ട അതിന്റെ ടാക്സ് വരെ അവർക്ക് കൊടുക്കണം. മതി നിർത്തി. നീ അവന് യാത്ര ചെയ്യണം കാണും. ഭക്ഷണം കഴിച്ചിട്ട് നീ കിടന്ന് ഉറങ്ങടാ. തോമസ് സാറോ? ഹായ്, ഇതപ്പോ നന്നായ ഗടികളെ എല്ലാരും കൂടി തീറ്റെടുക്കാണല്ലോ. ഫോണൊന്ന് മാറ്റിച്ചാണ്. അല്ലെങ്കിൽ ഒരുത്തി എനിക്കൊരു പണിയൊന്നും. സാർ ഭക്ഷണം കഴിച്ചോ? റൂമിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞേ. നൗഷാദ് നാളെ രാവിലെ വരുമ്പോ നമ്മുടെ പുതിയ ഗടിനെ കൂടി കൊണ്ടുവരണം കേട്ടോ, മെഡിക്കലിൽ പോകാനായിട്ടാ. ഇപ്പൊ ഞാൻ പോട്ടെന്നാ. ശരി സാർ. നീ നാളെ അവന്റെ കൂടെ വരിക കേട്ടാ. എന്ത് മെസ്സാടാ ഇത്. മോരും കുത്തും. പേരെന്തുവാ? ഗിരീഷ്. നാട്ടിലെവിടാ? നാട്ടിൽ കൊല്ലത്താ. ഞാൻ കൊല്ലത്താ, കരുനാപ്പള്ളി. എപ്പോ വന്ന? രാവിലെ എത്തി.
യാത്രയൊക്കെ സുഖമായിരുന്നാ? കുഴപ്പമില്ലായിരുന്നു. നീ അവനെ കണ്ടെന്ന് പഠിക്കൊന്നും വേണ്ട. അവന് കിട്ടുന്ന പൈസ മുടി പൊക്കാനും മൊബൈൽ ചാർജ് ചെയ്യാനും മാത്രമേ ഉള്ളൂ. ഇയാള് നാട്ടിലെവിടാ? നാട്ടിലെ തിരുവനന്തപുരം. എന്തായാലും വിഷമിച്ചിരിക്കുന്നത്? ചോറ് കഴിക്കേ. ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളൂ. വേണേന്ന് കുബൂസ് കഴിച്ചോ? വേണ്ട. ബ്രോ ഇപ്പഴേ കഴിച്ചു പഠിച്ചോ. ഇവിടുത്തെ ദേശീയ ഭക്ഷണ. അളിയത് ഇപ്പോഴേ കഴിച്ചു പഠിച്ചാൽ ഗുണം എന്താ പറയാ, ആരോഗ്യം നിലനിൽക്കും, നാട്ടോട്ട് അയക്കുന്ന പൈസയുടെ കട്ടിയും കൂടും. കഴിച്ചോ. ഗിരീഷേ, രാത്രി 10:30 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യും. മൊബൈൽ ഉണ്ടെങ്കിൽ സൈലന്റ് ആക്കി വെക്കണം. 5 മണിക്ക് ജോലിക്ക് പോകാ. ഓക്കെ? ഇവനിപ്പോ ഇവിടെ കിടക്കുക. ശരിയാന്നല്ലോ. എന്തായാലും ഞാൻ 1 മാസം കഴിഞ്ഞ് പോവും. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ കിടക്കാം. ഹലോ അച്ചു, എന്തുകൊണ്ടടി വിശേഷം? സുഖം ഗിരിയേട്ടാ. നീ ഇന്ന് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയില്ലേ? നാളെ എക്സാം ആയതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇല്ല. മോൻ എന്തേടി? അവൻ ഉറങ്ങുവാ. അല്ല, ചേട്ടൻ ഇന്ന് ജോലിക്ക് പോയില്ലേ? എടി അച്ചു, എനിക്ക് തീരെ വയ്യ. ഏ, പനിയായിട്ട് കിടപ്പില്ല. കൂടെ റൂമിൽ ആരുമില്ലേ? ഏട്ടാ ഹോസ്പിറ്റലിൽ പോയില്ലേ? ഏ, ആരുമില്ല, അവരെല്ലാം ജോലിക്ക് പോയി. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഉം, അവരിവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ലേ. ആ, ഉം. അതും ശരിയാ. എനിക്ക് നിന്നെ മോനെ കാണാതിരിക്കാൻ വയ്യ. ഞാനങ്ങ് വരുവാ. എന്നെ മോനെ ഓർത്തെങ്കിലും ചേട്ടനോടെ പിടിച്ചിരിക്കണം. നമ്മുടെ കടങ്ങളൊക്കെ തീർത്ത് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണ്ടേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പിടിച്ചിരിക്കുന്നത്. വേറൊന്നുമില്ലല്ലോ. ശരിയാങ്കി വെക്കട്ടെ, നാളെ വിളിക്കാം. ഹലോ ഷെബീറേ, ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. സാധനം വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവാ. എന്തുവാ? നീ കൊണ്ടുവാ, നോക്കാം. സുക്കൂറിന്റെ അടുത്തൊന്ന് പറഞ്ഞേരെ. എന്റെ മൊബൈലിൽ ബാലൻസ് ഇല്ല. ശരി, ഓക്കെ. ശരി, ഓക്കെ. പിടിക്കിടക്കുമാരെ നേരെ പക്ഷെ അതെ സാധനങ്ങളും കൊണ്ടുവരണ്ടോ? സാധനം കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുമല്ലേ സുക്കൂറിന്റെ ഒക്കെ. ഇത് തികയോ? വേറെ പെട്ടിയെല്ലാം വെക്കണോ? ഇല്ലില്ല, ഇത് നമുക്ക് മതി. പിന്നെ സ്വർണ്ണം വാങ്ങിച്ചോ? നമ്മളെപ്പോലുള്ള ആൾക്കാർ 10-20 കൊല്ലം പണിയെടുത്താലും സ്വർണ്ണമൊന്നും വാങ്ങിക്കാൻ പോകുന്നു. പിന്നെ കൊച്ചിന് വേണ്ടിയിട്ട് ഒരു അവന്റെ മാല വാങ്ങിച്ചു. ഇക്ക പുതിയൊരു വാട്സപ്പ് വീഡിയോ വന്നിട്ടുണ്ട് ഏട്ടാ. ഗൾഫുകാരന്റെ ഭാര്യ. എന്തുവാടാ ഗൾഫുകാരന്റെ ഭാര്യ? എന്തുവാടാ? നമ്മളെല്ലാം ഗൾഫ് ജീവിതം നടത്തുന്ന പ്രവാസികളാടാ. ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട ഉടനെ പറയും ഗൾഫുകാരന്റെ ഭാര്യ. നീ ഇവിടെ ജോലി ചെയ്യുന്നവനാ. നാട്ടിൽ പോയിട്ട് കല്യാണം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോ നിനക്ക് അതിന്റെ വിഷമം അറിയത്തോളൂ. എന്താ പറഞ്ഞാലും ഒരു ഗൾഫുകാരന്റെ ഭാര്യ. വിടറാ വെറുതെ എന്തിനാ നമ്മള് മറ്റുള്ളവരുടെ ഭാര്യമാരെ കാര്യം പറഞ്ഞ തല്ലുണ്ടാക്കണം? അവൻ വെറുതെ പറഞ്ഞ. അല്ലേക്ക, ഈ സാധനം എല്ലാവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ് കൊടുത്തില്ലേ? ഒന്ന് പോടേക്കാ. എത്ര വർഷങ്ങളായി നൗഷാദ് പെടുന്ന ആൾക്കാരനെ പെട്ടി കെട്ടിയിട്ട് നാട്ടിൽ കയറ്റിയിടണം. അതെന്താ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ നാട്ടിൽ പോകത്തത്? നിനക്കറിയോ, ഞാനിവിടെ വന്ന് 8 വർഷമായി. 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ പോയി കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ഇതുവരെയ്ക്ക് ഞാൻ നാട്ടിൽ പോയിട്ടില്ല. പിന്നെ എന്താ പറ്റിയേക്ക? 2 പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഒരു വീട് വെച്ചു. അതിന്റെ ബാധ്യത ഇതുവരെയ്ക്കും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞാൻ പോകുന്നത് എന്റെ മോളെ ഞാൻ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല. എന്റെ മോക്ക് ഇപ്പൊ 5 വയസ്സായി. ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതായത്. കളയടാ നൗഷാദ്, ഈ പോവാൻ റെഡിയേ? തുറക്ക് പോനെ, ഡിക്ക് തുറക്ക്. നേരെ പതുക്കെ. അല്ലടാ, ഒരു പെട്ടിയുണ്ട്, അതിനെടുത്തേറ്റാ. ഫ്ലൈറ്റ് കളിയാ? ഗ്യാരണ്ടിയാ? ലഗേജ് കഴിഞ്ഞു. അവരെണ്ണമുണ്ട്. അങ്ങോട്ട് എടുത്തരാം. അങ്ങോട്ട് നീക്കി തരാം. ഒന്ന് നീക്കി
ശരിടാ, ശരി എന്നാ. ഓക്കെ. ഓക്കെ, നാട്ടിൽ ചെന്നിട്ട് വിളിക്കണേ. ഹലോ, ആളിയ, എന്തുകൊണ്ടാ വിശേഷം? എന്താടാ, എന്തേലും പ്രോബ്ലം ഉണ്ടോ? ആ, ഞാൻ നോക്കാടാ, നോക്കിട്ട് വിളിക്കാം. ആ, ശരി. പുതിയൊരു വാട്സപ്പ് വീഡിയോ വന്നിട്ടുണ്ട് ഏട്ടാ, ഗൾബുകാരന്റെ ഭാര്യ. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് നമ്മൾ പ്രവാസ ജീവിതത്തിലേക്ക് ചുവടെടുത്തു വയ്ക്കുന്നത്. ഒരായുസിന്റെ നല്ല കാലം മുഴുവൻ കഷ്ടപ്പെട്ടാലേ ആ സ്വപ്നം യാഥാർത്ഥ്യമാകൂ. അതിൽ ചിലർ മാത്രം എല്ലാം യാഥാർത്ഥ്യമാക്കും. മറ്റുള്ളവർ നൌഷാദിനെ പോലെ ഒന്നും നേടാതെ ഇനി ഒരിക്കലും തിരികെ വരില്ലെന്ന് മനസ്സിലുറപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നു. പക്ഷേ കാലം അവരെ വീണ്ടും ഇവിടെ തിരിച്ചെത്തിക്കുന്നു. ഗിരീഷിനെ പോലെ എല്ലാ സ്വപ്നങ്ങളും ജീവിതവും ഒരിക്കലും തിരികെ കിട്ടാതെ ഈ മണ്ണിൽ തന്നെ കൊഴിഞ്ഞു വീഴുന്ന നമ്മളറിയാത്ത എത്രയെത്ര ജീവിതങ്ങൾ. ഇനി ഒരിക്കൽ പോലും ഒരു പ്രവാസിയും ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ സ്വന്തം കുടുംബത്തിനു വേണ്ടി തോൽക്കരുത്.